ഇൻ സം ദ മീറ്റിംഗ് വാസ് എ ഡിസാസ്റ്റർ. ചുരുക്കത്തിൽ ആ മീറ്റിംഗ് ഒരു ദുരന്തം ആയിരുന്നു. ഇൻ സം വി ഹാവ് നോ ചാൻസ് ഓഫ് വിന്നിങ് ദ കേസ്. ചുരുക്കത്തിൽ നമുക്ക് ആ കേസ് ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു. ഇൻ സം ദ പ്ലാൻ ഫെയിൽഡ്. ചുരുക്കത്തിൽ ആ പ്ലാൻ പരാജയപ്പെട്ടു. ഇൻ സം എന്ന കുഞ്ഞ് ഫ്രേസിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ചുരുക്കത്തിൽ, ഇൻ ബ്രീഫ്, ഇൻ ഷോർട്ട് എന്നൊക്കെ പറയാം. ഒരു കാര്യം വളരെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം അവസാനം ഒരു കൺക്ലൂഡിങ് പാർട്ട് പോലെ വളരെ ചുരുക്കി ഒന്ന് പറയില്ലേ, അവിടെയാണ് നമുക്ക് ഇൻ സം ഉപയോഗിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞുപോയ ഒരു മീറ്റിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അത് പരാജയപ്പെടാനുള്ള കാരണങ്ങളും അങ്ങനെ പലതും അതിനെപ്പറ്റി സംസാരിച്ചു. അതിനുശേഷം അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ചുരുക്കി പറഞ്ഞാൽ എന്ന് പറയില്ലേ നമ്മൾ, അത് അങ്ങനെ പറയുന്നതിനാണ് ഇൻ സം എന്ന് യൂസ് ചെയ്യുന്നത്. ഇൻ സം ദ മീറ്റിംഗ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈം. വി കുഡിൻറ്റ് റീച്ച് എ ഡിസിഷൻ. ചുരുക്കത്തിൽ ആ മീറ്റിംഗ് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു, സമയം വേസ്റ്റ് ചെയ്യലായിരുന്നു എന്ന്. കാരണം എന്താ? വി കുഡിൻറ്റ് റീച്ച് എ ഡിസിഷൻ. നമുക്ക് ഒരു ഡിസിഷനിൽ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മീറ്റിംഗ് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു എന്ന്. ഇൻ സം ദ മീറ്റിംഗ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈം. വി കുഡിൻറ്റ് റീച്ച് എ ഡിസിഷൻ. അപ്പോൾ ഇൻ സം എന്ന ഫ്രേസ് ഇനി മറക്കില്ലല്ലോ.